ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ജീവിതത്തിൽ അനേകം പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും അതുപോലെ തന്നെ ദുഃഖങ്ങളും പ്രയാസങ്ങളുമായി ജീവിക്കാൻ തന്നെ വിഷമിച്ചു നിൽക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കായുള്ള ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവസ സന്ദേശമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുക എന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ഇന്നു ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെയധികം ശ്രദ്ധാപൂർവം കേൾക്കുക. നിങ്ങളുടെ ഇപ്പോഴുള്ള സുഹൃത്ത് ബന്ധങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് ഇടപഴകേണ്ട ഒന്നാണ്. ധാരാളം ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നിട്ടും മുന്നും പിന്നും ആലോചിക്കാതെ നിങ്ങൾ ഇവർക്കിടയിൽ കിടന്ന് ജീവിതം ജീവിച്ചു തീർക്കുകയാണ് എന്നതാണ് മറ്റൊരു വിഷമകരമായ അവസ്ഥ. നിങ്ങളുടെ പ്രധാന ശത്രു എപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നവരും നല്ല കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തുടങ്ങുമ്പോൾ അതിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കുന്നവരുമായിരിക്കും. സന്തോഷകരമായ ഒരു ജീവിതം ആഗ്രഹിക്കാത്തവരായി ആരും തന്നെയില്ല. നിങ്ങൾ ഇപ്പോഴും അനേകം വേദനകളിലൂടെയും പ്രയാസത്തിലൂടെയുമാണ് കടന്നു പോകുന്നത്. അതിന് പ്രധാന കാരണവും ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹവും കരുതലുമൊക്കെ നൽകിയ ഒരു വ്യക്തിയുടെ ഇല്ലായ്മയോ അകൽച്ചയോ അതുമല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തോ കാര്യം നിങ്ങളിൽ നിന്ന് വിട്ടുപോയതോ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ മാത്രമായിരിക്കാം നിങ്ങൾ ഇത്രമാത്രം സങ്കടപ്പെടുന്നത്. ഭഗവാൻ സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം തീർച്ചയായും നിങ്ങൾ വായിച്ചു മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു സന്ദേശത്തിന് ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനും നിങ്ങളുടെ അനാവശ്യ ചിന്തകളെ മാറ്റുവാനുമായേക്കാം. ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ നിങ്ങളോട് പറയുന്നു ഇപ്രകാരം: നിങ്ങൾ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നിങ്ങളെ വിട്ടുപോയി വൈകാതെ തന്നെ സന്തോഷകരമായ ഒരു നല്ല ജീവിതം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. എന്താണ് നിങ്ങളുടെ കാരണം? അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇത്രത്തോളം വിഷമിക്കുന്നത്? ആ ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം തന്നെ മറക്കുക. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോർക്കാതെ ചിന്തിക്കാതെ വരാനിരിക്കുന്ന നല്ല നാളുകളെക്കുറിച്ച് സ്വപ്നം കാണുക. അതായത് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു പോരുന്ന എല്ലാ പ്രയാസങ്ങളും ദുഃഖങ്ങളും മനസ്സിൽ നിന്ന് പുറന്തള്ളുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പോലും അറിയാതെ ഒരു പുതു വെളിച്ചം വീശുന്നതാണ്. നിങ്ങളെ അത്യന്തം സന്തോഷപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിക്കുക. തൻ്റെ ഭക്തരെ ഒരിക്കലും കൈവിടാത്ത പരബ്രഹ്മമൂർത്തിയാണ് സാക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ. അദ്ദേഹം നിങ്ങളെ ഒരിക്കലും കൈവിടില്ല. ഈ കാലയളവിനുള്ളിൽ തന്നെ നിങ്ങൾ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിഷമകരമായ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ദുഃഖത്തിൻ്റെ കാരണം ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചത് മൂലമാകാം ആ വ്യക്തിയുടെ ഇത്തരം പ്രവൃത്തികൾ നിങ്ങളെ വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള സ്നേഹവും പരിഗണനയും വാത്സല്യവും സഹായവും എല്ലാം ലഭിച്ചതും നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും താങ്ങും തണലുമായി നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നവരോ ആയിരിക്കും. എന്നാൽ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു കൊണ്ടിരിക്കുന്നു.
ആ വ്യക്തിയുടെ ഒരു പ്രസൻസ് ഒരുപക്ഷേ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യർ പലവിധമാണുള്ളത്. വളരെയധികം സ്വാർത്ഥത നിറഞ്ഞൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലനം മനുഷ്യരിലും കാണപ്പെടുന്നതാണ്. അവരവരുടെ നിലനിൽപ്പിനു വേണ്ടി എന്തു വേഷവും കെട്ടുന്നവരാണ് മനുഷ്യർ. അതുകൊണ്ട് തന്നെ അത്തരക്കാരെക്കുറിച്ചോർത്ത് നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷ വാർത്ത കടന്നു വരുന്നതാണ്. ഏത് വ്യക്തി മൂലമാണോ നിങ്ങൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത്, അത് എല്ലാം സർവേശ്വരൻ മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും സാക്ഷാൽ ഭക്തവത്സലനായ ഭഗവാൻ അറിയുന്നു. സന്തോഷത്തോടെയും സമാധാനത്തോടു കൂടിയും എപ്പോഴും ഇരിക്കുക. എൻ്റെ അഷ്ടോത്തര മന്ത്രം പറയൂ. ഓം നമോ നാരായണായ. ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ്. ജീവിതത്തിൽ എൻ്റെ അനുഗ്രഹവും സംരക്ഷണവും ആശീർവാദവും നിങ്ങളോടൊപ്പം സദാ ഉണ്ടാകുന്നതാണ്. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ.